അത്യാവശ്യം തിരക്കില്ല കേട്ടോ, കാരണം ഇന്നലെ നമ്മൾ വന്നപ്പോൾ ഇവിടെ കൂടുതൽ ക്രൗഡും കാര്യങ്ങളും. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട് നമ്മുടെ മിഠായി തെരുവ്, കാപ്പ ബീച്ച്, അങ്ങനെയൊക്കെ കുറച്ച് സ്ഥലങ്ങളുണ്ട് ബക്കറ്റ് ലിസ്റ്റിൽ. അപ്പോൾ മാക്സിമം പട്ടണത്തൊക്കെ ഒന്ന് പോകാൻ ശ്രമിക്കാം. ട്രെയിൻ ഇതുവരെ വന്നില്ല, അല്ല സോറി, ട്രെയിൻ വന്നായിരുന്നു. അപ്പോൾ ട്രെയിൻ അവിടെ നിൽക്കുന്നു, ഒരു 10 മിനിറ്റ്സിലുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് കാണാം. ഓക്കെ, ഇത് ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ ഉള്ള അവസ്ഥാനം കേട്ടോ. ഇവിടെ ഫുള്ള് തിരക്കായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല, ഏറെക്കുറെ ഇവിടെ ഉള്ള എല്ലാവരും നമ്മളെ ട്രെയിനിലെ കാര്യം തോന്നുന്നു. ബാക്കി കാലിയാക്കി ഈ ഒരു ട്രെയിന്. എന്താ അല്ലേ ഗായ്സ്, എന്താ പറയാനാ, ഇന്ത്യൻ റെയിൽവേ കുറച്ച് സ്പീഡാണ് കേട്ടോ. സ്പീഡാണെന്ന് പറഞ്ഞാൽ ഷാർപ്പാണ്. കറക്റ്റ് നമ്മളെ ഏറെക്കുറെ 6:28 നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുന്നു ഗായ്സ്. ദേ കോഴിക്കോടെത്തി. ബാക്കി കാര്യങ്ങൾ കണ്ടറിയാം. ഹായ്, നമ്മളിപ്പോൾ കോഴിക്കോട് എന്തോ മിഠായി തെരുവല്ല, പക്ഷേ ഇത് വേറെന്തോ തെരുവാണ് കേട്ടോ. നമ്മുടെ ട്രിവാൻഡ്രത്തെ ചാല കണക്ക് എന്തോ ആണെന്നാണ് തോന്നുന്നത്. കണ്ടില്ലേ, ഇത് അടിപൊളിയാണ് കേട്ടോ. കുറച്ച് ദൂരം ഉണ്ടായിരുന്നു, അതുകൊണ്ടേ കണ്ടില്ലേ. പക്ഷെ ഇവിടെ കുറച്ച് കൊള്ളാം, കാരണം നമ്മുടെ ട്രിവാൻഡ്രത്ത് ഇത്രയും വീതിയില്ല. ഇതുവരെയൊക്കെ കാണത്തുള്ളൂ. അതുപോലത്തെ ഒരു ലോറി ഉണ്ടെങ്കിൽ പിന്നെ സ്പേസും ഇല്ല. ഇവിടെ ഇത് കൊള്ളാം. മേളിൽ റൂഫും, ഇവിടെ നല്ല കച്ചവടമായിരിക്കും എന്നാണ് തോന്നുന്നത്. എന്താ അല്ലേ. നൈസ്. നമ്മൾ ഈ ബീച്ചിലോട്ടൊക്കെ എത്തുന്നതിന് മുമ്പേ ഇത് കണ്ടില്ലേ, സ്റ്റാർബക്സിൻ്റെ ഒരു കോഫി. എങ്ങനെ ആലോചിച്ചത് നോക്കിയേ, തൊട്ടപ്പുറത്ത് ബീച്ചാണ്, ഇവിടെ സ്റ്റാർബക്സ്. ഇവിടെ നിന്ന് കുടിക്കുന്ന ഒരു അടിപൊളി വ്യൂ ആയിരിക്കും അല്ലേ, ബീച്ച്. അതുകൊണ്ടാണ് ഒരു കോഫി, അത് സ്റ്റാർബക്സിൻ്റെതും കൂടെ ആകുമ്പോൾ എന്താ അല്ലേ. പിന്നെ വേറൊരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തത്, ഒന്ന് നോക്കിയേ. ഓ, ഇങ്ങനെ ഞായറാഴ്ച ആയതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, അതിന് ഇവിടുത്തെ ആരെങ്കിലും പറഞ്ഞാലേ അറിയത്തുള്ളൂ. ഇത്ര ആൾക്കാരുടെ ഒരു കോപ്പറേഷൻ, ഇറ്റ്സ് നൈസ്. എന്താ അല്ലേ. അപ്പുറത്ത് ബീച്ചാട്ടോ. ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളങ്ങനെ ബീച്ച് എത്തിയിരിക്കുന്നു ഗൈസ്. റോഡിന് തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട്, അല്ല റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് വലിയ പാടുപെട്ടില്ല. ഒരു 1.5 കിലോമീറ്റർ നടക്കാനുള്ളൂ കേട്ടോ, വളരെ സിമ്പിൾ. അതും റോഡും അടിപൊളിയായിരുന്നു. കോഴിക്കോട് വരികയാണെങ്കിൽ നിങ്ങൾ ഈ ബീച്ച് മിസ് ചെയ്യണ്ട കേട്ടോ. ചന്ദ്രഭുവനൊക്കെ ഉണ്ട്, കൊള്ളാം. ഞാൻ പറഞ്ഞ സ്റ്റാർബക്സ്, കടൽ, എന്താ അല്ലേ, കൊള്ളാം. പിന്നെ ഇവിടുത്തെ ബീച്ചിൽ വേറൊരു കാര്യം കൊണ്ട് ശ്രദ്ധിച്ചു കേട്ടോ, അത് നിങ്ങൾ കണ്ട് കാണും, അടിപൊളിയാട്ടോ, അടിപൊളി. ദൂരെ കണ്ടില്ലേ, കണ്ടോ കൊക്കുകൾ, കണ്ടില്ലേ, കടലിലെ കൊക്കുകൾ, എന്താ അല്ലേ. നമ്മുടെ ട്രിവാൻഡ്രത്തുകാർക്ക് ഒട്ടും പുത്തരില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. എന്നാലും കോഴിക്കോട് കാണുമ്പോൾ ഒരു സന്തോഷം, എന്താ അല്ലേ. ഇവിടെ പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചതേ, ഇതെന്താ, ഇത് കണ്ടില്ലേ, പെട്ടിക്കടാസ്. അത് ഈ മണ്ണിൽ തന്നെ കേട്ടോ. അത് കാരണം അത്യാവശ്യം കുറച്ച് കൂടുതൽ കടകളുണ്ട്. പിന്നെ തന്നെ ഈ ഒരു ടവർ ശ്രദ്ധിച്ച്,
ടവർ എന്നൊക്കെ. ഇതെന്തുവാടാ ഈഫിൽ ടവറിൻ്റെ അതിവിടെ കണ്ടില്ലേ, കൊള്ളാമല്ലേ, എന്തോരം പെട്ടിക്കടാസ. ഓ ഗൈസ്, പിന്നെ നമ്മുടെ ഈ കോഴിക്കോട് ബീച്ചിൽ എല്ലാവരും കാണുമോ എന്ന് ചോദിച്ചൊരു സംഭവം ഉണ്ടേ. എല്ലാവരും 2 പേര് ചോദിച്ചടേ, എന്നാലും ചോദിച്ചതാണല്ലോ ഈ സൺറൈസ് നേരെ അടിപൊളി വ്യൂ ആണോ. ഞാൻ അതിങ്ങനെ തപ്പി നടന്നപ്പോഴാണ് അവിടെ കുറച്ച് 2-3 ആൾക്കാരെ കണ്ടത്. അവരെ ഒന്ന് നോക്കി വന്നപ്പോൾ കിട്ടി ഗൈസ്. ഇത് ഇപ്പോൾ കോഴിക്കോട് ബീച്ചിലും അടിപൊളിയാ സൺസെറ്റ് കാണാൻ പറ്റും. കൊള്ളാം. ഫിൽറ്ററൊന്നും ഇടാതെയാണ് കേട്ടോ ഈ ഒരു ഇത്. ഫിൽറ്ററൊക്കെ കയറ്റിയാലോ നൈസായിരിക്കും കുറച്ചുകൂടി. കൊള്ളാം, ഗുഡ് എക്സ്പീരിയൻസ് ഗൈസേ. പിന്നെ ഇത് കണ്ടില്ലേ, ഇവിടെ ഇത് ബീച്ച്, ഇപ്പത്തെ ബീച്ചാട്ടോ ഇത്. ഇതിൻ്റെ ഇപ്രശ്നം നോക്കിയേ, നൈസ്. ഇതെന്തോന്നറിയോ, ഇവരുടെ ഒരു സ്റ്റേജാണ്. ഇന്നെന്താ പരിപാടി ഒന്നും നടക്കാൻ പോകുന്നതാണ് തോന്നണത്. അടിപൊളി ലേസർ ലൈറ്റും കാര്യങ്ങളൊക്കെ. എന്താ അല്ലേ, എനിക്ക് കൊള്ളാം. അപ്പം ഇന്നിപ്പോൾ പരിപാടി കൂടെ കണ്ടിട്ട് പോകാമല്ലേ. ഇത് കൊള്ളാം എന്തായാലും സെറ്റപ്പ്. ബീച്ച്, സ്റ്റേജ്, ഇത്ര സ്പേസും ഉണ്ട്. എന്തെങ്കിലും ഒരു കോൺസേർട്ടൊക്കെ വരുമ്പോൾ അടിപൊളിയായിരിക്കും. എന്താ അല്ലേ ഗൈസ്. പിന്നെ ഇവിടെ വേറൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഷിപ്പികൾ, ഷിപ്പി അങ്ങനെ ഇവിടെ മൊത്തം കുറേ ഷിപ്പികൾ കണ്ടില്ലേ, കുറേ ഉണ്ട് കേട്ടോ. അങ്ങനെ ദൂരം നോക്കുമ്പോൾ കുറേ ഉണ്ട്. എന്താ അല്ലേ, നമ്മളവിടെയൊക്കെ ഈ ഷിപ്പിയൊക്കെ ഈ പാറയിലൊക്കെ അല്ലേ വരുന്നത്. ഇവിടെ കണ്ടില്ലേ, ഇറ്റ്സ് റിയലി നൈസ് ഗൈസ്. പിന്നെ ഇപ്പം കണ്ടതാണ് നമ്മുടെ ഈ വിഴിഞ്ഞതൊക്കെ ഈ മീനൊക്കെ കൊണ്ടുവന്ന് ലേലം വിളിക്കത്തില്ലേ, അതുപോലെ. പക്ഷേ ഇവിടുത്തെ ഡിഫറൻസ് എന്തെന്നറിയോ, ഇവരിതേ അതുവരെ പോവും, ഒരു വലയങ്ങിടും, കണ്ടില്ലേ കൊണ്ടുവന്ന മീൻ. എന്താ അല്ലേ. അപ്പോൾ കോഴിക്കോട് ബീച്ച് വരുന്നവർക്ക് ഇവിടെ വന്നാൽ, ഈ ഒരു ലൊക്കേഷനിൽ വന്നാൽ നല്ല പിടയ്ക്കണ മീൻ മേടിച്ചുകൊണ്ട് പോകാം. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. കൊള്ളാം. ഇവിടുത്തെ ഇത്ര നേരം ഇവിടെ ആൾക്കാരില്ലായിരുന്നു കേട്ടോ, പക്ഷേ ഇപ്പം പെട്ടെന്ന് വന്ന ആൾക്കാരാണ്. എന്താ അല്ലേ. ഇപ്പോൾ കോഴിക്കോട് വരുമ്പോഴതുകൊണ്ട് നമ്മുടെ ഈ സ്റ്റേജിൻ്റെ ബേക്കിൽ ഈ ഒരു സ്പോട്ട്, കോഴിക്കോട് ഉള്ളവർക്ക് ചിലപ്പോൾ അറിയായിരിക്കും. കണ്ടില്ലേ, എന്നാൽ പിടയ്ക്കുന്ന മീനും കൊണ്ടുപോകാം. ഈ തേട് മീൻ എന്തുവാണെന്നാണ് തോന്നുന്നത് കേട്ടോ. സൂക്ഷിച്ച് നോക്കിയേ, മുട്ട കണ്ടില്ലേ, മുട്ട കണ്ടില്ലേ. നമ്മുടെ അവിടെ ഇതിനെ തേടോ അങ്ങനെ എന്തോ ആണ് പറയുന്നത്. പുള്ളിക്ക് എന്തായാലും ഇന്നത്തേക്ക് കുറച്ച് കിട്ടിയാൽ കണ്ടില്ലേ. അപ്പോൾ ഇതാണ് സ്പോട്ട്, എല്ലാവരും മസ്റ്റ് വിസിറ്റ് ചെയ്യുക. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട്. അപ്പം നമ്മളവിടെ രാവിലെ തണുപ്പ് കാണും, എന്നാലും തണുപ്പുണ്ട്. നമ്മൾ ഉള്ളത് പറയണമല്ലോടാ. ഏത് തണുപ്പുണ്ട്, ഈ മണലിന് തണുപ്പുണ്ട്, ഈ കാറ്റിന് തണുപ്പുണ്ട്. വേറെ പിന്നെ എന്താ പറയാനാ, തിരമാലകൾ കുഴപ്പമില്ല, കടകൾ എല്ലാം ഓക്കെയാണ്. ആവറേജ് അല്ല കേട്ടോ, ബിലോ ആവറേജും അല്ല. കൊള്ളാം, നൈസ്. കോഴിക്കോട് ബീച്ചിൻ്റെ എക്സ്പീരിയൻസ് കൊള്ളാം, നൈസ്. നമ്മൾ റൂമൊക്കെ ചെന്ന് ഫ്രഷ് ചെയ്ത് ഇറങ്ങി. അപ്പോൾ നമ്മൾ ഒന്ന് ഫുഡ് കഴിക്കാനായിട്ട് പോകണം കേട്ടോ. പിന്നെ കുറഞ്ഞിട്ട് ഒടുക്കത്തെ ചൂടാണ്. ഒടുക്കത്തെ ചൂടെന്ന് പറഞ്ഞാൽ നമ്മളവിടെ തല ചൂട് ഉണ്ടാകും. നമ്മൾ റൂമിൽ ചെന്നൊന്ന് 2 മണിക്കൂർ ഫ്രഷായി അങ്ങനെ ഇറങ്ങി കേട്ടോ. ഇപ്പോൾ എന്തുവാ, ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ്. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് ഹോട്ടൽ റഹ്മത്ത്. ഇതാണ് കേട്ടോ കട. ഇവിടെ അതിൻ്റെ പേരാണെങ്കിൽ കഴിക്കണമെന്നുണ്ട്, പക്ഷേ ബഡ്ജറ്റ് ശരിയല്ല. എന്തായാലും റഹ്മത്തിൻ്റെ ഫുഡ് എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് പറയാം. ശരിയപ്പം
റൈസ് ഫുഡ് കൊള്ളാം കേട്ടോ, കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. പൊറോട്ടയും കാര്യങ്ങളും ഗ്രേവിയും ബിരിയാണിയും മൂന്നും കൊള്ളാം, അടിപൊളി. പിന്നെ ഞാൻ വെറുതെ പ്രൊമോഷൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, 200 സബ്സ്ക്രൈബേഴ്സ് നമ്മളെന്ത് പ്രൊമോഷൻ ചെയ്യാനാണ്. അതുകൊണ്ട് പക്ഷേ ഫുഡ് കൊള്ളാം. ഇപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മളിപ്പോൾ ഉള്ളതാണ് മിഠായി തെരുവ്. മിഠായി തെരുവിൽ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാനാണ് വന്നത്. പാൻറ്റ്, ഷൂ, ടീഷർട്ട് ഉണ്ടല്ലേ. ഇതാണ് മിഠായി തെരുവ്. ബാക്കി കാര്യങ്ങൾ കണ്ടറിയാം. ഒരു ഫോട്ടോ എടുക്കുന്നത് ഗൈസ്. പിന്നെ ഒരു കാര്യം മറന്നുപോയി, നമ്മളിന്ന് എവിടെയാണ് സ്റ്റേ ചെയ്യുന്നതെന്നുള്ള കാര്യം പറയാൻ പോയി. ഇന്നിവിടെ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ആനന്ദ് ഭവൻ ടൂറിസ്റ്റ് ഹോം. നമ്മുടെ ഈ ജംഗ്ഷൻ ഇറങ്ങി വന്നിട്ട് ഇത് മാർക്കറ്റാണെന്ന് തോന്നുന്നു. മാർക്കറ്റിൻ്റെ തൊട്ടടുത്തുള്ള ഇതേ ആ ബിൽഡിംഗ് അല്ലേ, അതാണ് നമ്മുടെ സ്റ്റേ. പിന്നെ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് കേട്ടോ. നമുക്ക് 4 പേർക്കും കൂടെ ഏറെക്കുറെ എത്രയായി, 1000 എന്തോ ആയതേ ഉള്ളൂ. കൊള്ളാം. വേറെ രണ്ടൊന്നടുത്ത് ചോദിച്ചപ്പോഴും 1500 ആ റേഞ്ചൊക്കെ പറഞ്ഞു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒക്കെ ആണെങ്കിൽ ഇത് ഇങ്ങോട്ട് വന്നാൽ മതി. ആനന്ദ് ഭവൻ ടൂറിസ്റ്റ് ഹോം. പ്രൊമോഷനല്ല, ഇതിൻ്റെ ഓണർ വല്ലതും കണ്ട് പ്രൊമോഷൻ ആണെങ്കിൽ ഞാൻ ഗൂഗിൾ പേ നമ്പർ അയച്ചേക്കാം. ശരി. അപ്പോൾ ഗൈസ്, നമ്മളപ്പോൾ ബാഗ് കൂട്ടി കോമ്പറ്റീഷന് വേണ്ടി പോവുകയാണ്. ഇതാണ് നമ്മുടെ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പയ്യൻ. ഇവിടെ നിന്നൊരു 1 കിലോമീറ്റർ ഉണ്ട്. ഓക്കെ, അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. അത്യാവശ്യം ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും എന്തായിരുന്നു, കാര്യങ്ങൾ അറിയിക്കാം. നമ്മൾ ബീച്ചിലെത്തി കേട്ടോ. നമ്മൾ രാവിലെ കണ്ട സ്റ്റേജൊക്കെ കണ്ടില്ലേ. ഇപ്പോൾ ഏറെക്കുറെ എല്ലാം എന്താ പറയുക, ഏറെക്കുറെ പണി കഴിഞ്ഞു. നമുക്ക് കാണിച്ചു തരാം. അത്യാവശ്യം കുറച്ച് ആൾക്കാർക്ക് ഇരിക്കാന്നുള്ള കോൺസെപ്റ്റാണ് കേട്ടോ. ഇതേ കണ്ടില്ലേ. കണ്ണിൽ വിടരും രാത്താരങ്ങൾ നീയേ, മണ്ണിൽ പുലരും പൂക്കാലങ്ങൾ നീയേ, നെറുകിൽ പടരാനുയിരുകൊണ്ട മഴയോ, കിളികൾ പറയാതിതൾ വിരിഞ്ഞ കഥയോ, പുഴകളോ വഴികളോ തിര തൊടുന്ന പുതിയ കരകളോ. Senior men's classic above 170 centimeter cross category 131, 32, 33, 34, 35, 36, 37, 38,
257. Relax. Side chest crossing pose. Relax. Back double biceps classic pose. Gold medalist rank number 187, Mohammad Rashid Trivandrum. നിമിഷം ഓർക്കാൻ പറ്റില്ലല്ലോ. പൈസ കൊടുത്ത് വെറുതെ ഇല്ല. Mr. Shelly, photo session only. അങ്ങനെ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതായിരുന്നു റൂം, കാണിക്കാൻ വിട്ടുപോയി. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റൂമാണ് കേട്ടോ. ഇതേ കണ്ടില്ലേ. നമുക്കിനി റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഇവിടെ നിന്ന് ലീവ് ചെയ്യാം. നമ്മളിവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി. നമുക്ക് ഇനി നമ്മുടെ ഡെസ്റ്റിനേഷൻ ചിലപ്പോൾ നമ്മൾ ബീച്ചിലോട്ട് പോകും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. ചിലപ്പോൾ കേട്ടോ അതൊരു ചായ കുടിക്കണം. 2 ദിവസം ഒരു ചായ കുടിച്ചിട്ട് ബാക്കി നമുക്ക് കാണാം. ഗൈസ്, അങ്ങനെ ഫോട്ടോസ് എടുക്കാനായി നമ്മൾ വീണ്ടും നമ്മുടെ കോഴിക്കോട് ബീച്ചിലെത്തിയിരിക്കുന്നു. ഇന്ന് മെയിനായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, കാരണം ഇന്നലെ തന്നെ ഏറെക്കുറെ എനിക്ക് അറിയാത്ത എല്ലാ കാര്യം ഞാൻ പറഞ്ഞില്ലേ. പക്ഷേ ഇന്ന് ആളില്ല കേട്ടോ. ഇന്ന് ബിജനമാമായി ബീച്ചിലും ആളില്ല, ബീച്ചിൻ്റെ സൈഡിലും ആൾക്കാരൊന്നുമില്ല. ഇന്നലെ ഇവിടെ ക്രൗഡഡ് ആയിരുന്നു. ഇപ്പോൾ നോബഡി ഈസ് ഹോം. എന്താ അല്ലേ, നീ 2 ഫോട്ടോസൊക്കെ എടുത്ത് ഇപ്പോഴത്തെ കാറ്റ് കൊണ്ട് നമ്മളെ പോകണം. വെയിൽ കണ്ട വെയിൽ വരുന്ന കണ്ടില്ലേ. എന്താ അല്ലേ. ശരി, ഇപ്പോൾ ബാക്കി കാര്യങ്ങൾ ഞാൻ അറിയാം. ഇവിടെ കോഴിക്കോട് ബീച്ചിലെ ഇന്നലെ പറഞ്ഞ പോലെ ആളൊന്നുമില്ല. പക്ഷേ ആളില്ലെങ്കിലും ഇവിടെ വേറെ സ്ഥിരം ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ അവരെ കാണിച്ചില്ല. കണ്ടില്ലേ, ഒരു കൂട്ടം കൊക്കുകളുണ്ട്. അങ്ങോട്ടൊക്കെ കണ്ടില്ലേ, ദൂരോട്ടൊക്കെ കണ്ടില്ലേ, ഫുള്ള് കൊക്ക. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. ടിക്കറ്റിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. പക്ഷേ ഇവിടുത്തെ റഷ്യാണ് ചേർക്കായി. എന്താ അല്ലേ, നമ്മളൊരു 1 മണിക്കൂർ മുമ്പേ വന്നതാണ്. ഇവിടുത്തെ തിരക്കും കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ എപ്പോഴാണ് അവിടെ ഒന്നും അറിയത്തില്ല. ബാക്കി കാര്യങ്ങൾ കണ്ടറിയാം. ഓക്കെ, ബൈ. ഈ വൈകുന്നേരം ഇവിടുത്തെ ട്രെയിനിൽ കയറുള്ള ആൾക്കാരുടെ ക്യൂ ഉണ്ടോ? നമ്മൾ ട്രിവാൻഡ്രത്താണെങ്കിൽ ഇങ്ങനെയാണ്. നല്ലത് കാണിച്ചു തന്നാണ് കേട്ടോ. എന്താ അല്ലേ, ഓ, നമ്മളിനി ഇതിൽ എങ്ങനെ കയറി പോകുന്നവരുന്ന് ആലോചിക്കുന്നത്. ആ ഡിസേബിൾഡ് പേഴ്സൺസ് ആയിട്ടുള്ളവരുടെ അതിനകത്ത് വരെ കണ്ടില്ലേ. ട്രെയിൻ എത്തി കേട്ടോ. കണ്ടെയ്നർ
A few inches later. ബാക്ക് ടു ട്രിവാൻഡ്രമാണ് ഗൈസ്. ഇതിൻ്റെ എത്തിയിരിക്കുകയാണ്. ട്രിവാൻഡ്രം എത്തി. ബാക്കി കാര്യങ്ങൾ നമുക്കിനി അടുത്ത അപ്ഡേറ്റ്സ് ശരിയപ്പം ബൈ. Flashback. ഞാൻ പിന്നെ ഇവിടെ നിന്ന് അലുവ മേടിച്ചോട്ടോ. അലുവ കാണിച്ചു തരാം. കോഴിക്കോടൻ അലുവയാണ്. ഇത് അറൗണ്ട് 150 ആയി. കൊള്ളാം. ഇല്ല കൊള്ളാമെന്ന് അറിയത്തില്ല. ഇപ്പോൾ പോയിട്ട് കഴിച്ചിട്ടൊക്കെ അല്ലേ അറിയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇടാം. പിന്നെ കോഴിക്കോട് എന്തായാലും മറ്റേ അലുവ വാങ്ങണം. ബാക്കി കടകളൊക്കെ എന്താ പറയുന്നത്, അത്യാവശ്യം തിരക്കില്ല കേട്ടോ. കാരണം ഇന്നലെ നമ്മൾ വന്നപ്പോൾ ഇവിടെ ഫുള്ള് ക്രൗഡും കാര്യങ്ങളും. മതിയടാ നേരെ. खुद को यूं ना जाने क्यों नजरों से मेरी देखो ना खुद को जरा, देखो ना जुल्फों से कैसे जुल्फों